നമുക്ക് വേറെ വരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ മെയിൻലി നമ്മളൊരു രാജ്യത്തോട്ട് പോയി കഴിയുമ്പോൾ എല്ലാവരും നോക്കുന്നത് അവിടെ ജീവിക്കാനും. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പോകുന്ന മിക്ക സ്റ്റുഡൻസ് ആയാലും ഓൾമോസ്റ്റ് എല്ലാവരും അവരുടെ രാജ്യത്ത് പോയി സെറ്റിൽ ആവാനാണ് നോക്കുന്നത്. പണ്ട് നമുക്കൊരു കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഒരു 10 വർഷം മുമ്പാണെങ്കിൽ നമുക്കത് ഏറ്റവും കുറച്ചും കൂടിയും ടഫായിരുന്നു. പക്ഷെ എന്നാലും അവര് സെറ്റിൽ ആവുകയും ചെയ്തു. 10 കൊല്ലം മുമ്പുള്ളവരൊക്കെ ഓൾറെഡി അവിടെ സെറ്റിലാണ്. ബിസിനസ്സിലായാലും അവരുടെ കരിയറിലായാലും എല്ലാം കൊണ്ട് സെറ്റിലാണ്. പക്ഷെ ഇപ്പൊ പോകുന്ന കുട്ടികൾക്ക് എങ്ങനെ അല്ലെങ്കിൽ ഒരു സെറ്റിൽ ആവണം, അല്ലെങ്കിൽ PR വേണ്ടി എങ്ങനെ ശ്രമിക്കണം എന്നും പല കുട്ടികൾക്കും അറിയില്ല. അപ്പൊ അവർക്ക് എങ്ങനെയാണ് അതൊരു പ്യുവർ ഗൈഡൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ PR കിട്ടുന്ന കൺട്രികള് വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ PR കൊടുക്കുന്നത് കാനഡ, അതേപോലെ UK, പിന്നെ ഓസ്ട്രേലിയ. കാനഡ ഓൾമോസ്റ്റ് എന്താ പറയുന്നത് വറ്റി വരേണ്ട ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ PR കിട്ടണമെങ്കിൽ അത്രയും നമുക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ക്ലൈമറ്റുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടണം. UK ആണെങ്കിൽ ഇതിന്റെ റെഗുലേഷൻസ് മാറ്റി ബൈ റൂൾ ആയി വരുന്നുള്ളൂ. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് ഇറ്റ് വിൽ ബി ഡൺ വെരി സൂൺ. കാരണം ഒരുപാട് ഇല്ലീഗൽ മൈഗ്രൻസ് UK-ലും കാനഡയിലും ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് വേറെ റീസൺസും ഉണ്ട്. അതൊക്കെ ഈ കൾച്ചറൽ കോൺഫ്ലിക്ട് ഇവരാണ് ഏറ്റവും കൂടുതൽ കൊടുത്തിരുന്നത്. യൂറോപ്യൻ കൺട്രീസ് PR-നേക്കാളും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ലോങ് ടേം വർക്ക് വിസാസ് ആണ്. വാട്ട് എവർ ഇറ്റ് ഈസ് അതാണെങ്കിലും പ്രശ്നമില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ലോങ് ടേം വർക്ക് വിസ ആണെങ്കിലും PR ആണെങ്കിലും നമുക്ക് എക്സിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ ശരിക്കും നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധം ഇപ്പൊ ഒരു കാലഘട്ടമായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിന്നിരുന്ന കൺട്രി UK, കാനഡ, ഓസ്ട്രേലിയ ഇപ്പോഴും നല്ലൊരു കൺട്രിയാണ്. പക്ഷെ ഫീസബിൾ അല്ല. ഇപ്പൊ ഓസ്ട്രേലിയക്ക് ഒരു സ്റ്റുഡന്റിന് ഓഫർ ലെറ്റർ കിട്ടുന്നതും PR-ലേക്കുള്ള ഫസ്റ്റ് പേപ്പർ കിട്ടുന്ന ഒന്നാന്ന് പറയും. പക്ഷെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ് ഓസ്ട്രേലിയ കിട്ടാനായിട്ട്. കാനഡ ഇപ്പൊ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ UK ലിമിറ്റേഷൻസ് ആയി, ബെനിഫിറ്റ്സ് കുറഞ്ഞു. നമ്മളിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കേണ്ടത് ഒരുപാട് കാലങ്ങളായിട്ട് ട്രെൻഡ് ആയിട്ടുള്ള കൺട്രികൾ മാറ്റി പിടിച്ച് കുറച്ചുകൂടെ, അതായത് സ്റ്റുഡന്റ് ഡെസ്റ്റിനേഷനിലേക്ക് പുതുതായി വരുന്ന കൺട്രികൾ രണ്ട് ഗുണമുണ്ട്. പാർട്ട് ടൈം ജോബിന്റെ അവൈലബിലിറ്റി കൂടുതലുണ്ടാവും. ലോക്കൽ ലാംഗ്വേജ് അറിയണം. പരമാവധി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലേക്ക് പോവാണ് നല്ലത്. അല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികൾ പോകും. പ്യുവർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആവേണ്ട ലോക്കൽ ലാംഗ്വേജ് ഉണ്ടായിക്കോട്ടെ. രണ്ട്, ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയ കൺട്രികൾ. പല പുതിയ കൺട്രികളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഡ്യൂറേഷൻ, ലെസ് എക്സ്പെൻസീവ് പ്രോഗ്രാംസ്, ഫീസബിൾ ഓപ്ഷൻ. നമ്മളിപ്പോ ഒരു കാനഡ പ്രോസസ് ചെയ്യാൻ നമുക്ക് വരുന്ന ചെലവിന്റെ 4/1 ചെലവിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ഒരു കൺട്രിക്ക് എത്തിപ്പെട്ടാൽ ആ വർക്ക് എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് നല്ല പോയിന്റ്സ് ഗെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതായത് ഇപ്പൊ PR എന്ന പോയിന്റ്സ് ബേസ് ചെയ്തിട്ടാണ് PR കൊടുക്കുന്നത്. നമുക്ക് PR-ന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അതായത് പല കൺട്രിയിലേക്കും PR ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് ഇന്ത്യയിലത്തെ സാലറിയോ അല്ലെങ്കിൽ ആ ക്വാളിഫിക്കേഷനോ ലെവലോ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യം ഇപ്പൊ തന്നെ PR എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് വെക്കുന്നതിനേക്കാളും എളുപ്പം ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ഫീസബിൾ ആയിട്ടുള്ള കൺട്രി, മെയിൻലി പാർട്ട് ടൈം ജോബിന് അവൈലബിലിറ്റി ഒക്കെ നോക്കുക. അതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോ കുറെ കാലങ്ങളായിട്ട് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന കൺട്രികളാണ് UK, കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി ഒക്കെ. ജർമ്മനിക്ക് ലോക്കൽ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഇപ്പോഴും പോയാൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെ കുറെ കാലങ്ങളായിട്ട് ട്രെൻഡ് ആയി നിന്നിരുന്ന കൺട്രികൾ മാറ്റി പിടിച്ച് കുറച്ചുകൂടെ നല്ല പ്രോഗ്രാംസ് സെലക്ട് ചെയ്ത് അപ്കമിങ് പ്രോഗ്രാം, ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് കുറെ പുതിയ സ്ഥലങ്ങൾ വരുന്നുണ്ട്. ഷെങ്കൻ കൺട്രീസ് എല്ലാതും അത്ര സേഫ് അല്ല, എങ്കിലും അതിൽ സേഫ്റ്റി നോക്കി നല്ല കൺട്രീസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആണ്. ആദ്യമേ PR എന്നുള്ള ടാർഗറ്റ് മാറ്റി വെച്ച് കരിയർ സെറ്റിൽ ചെയ്യാൻ നോക്കാം. നമ്മൾ സ്റ്റേബിൾ ആയി, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു, നല്ലൊരു പ്രൊഫഷനായി, ക്വാളിഫിക്കേഷനായി, എക്സ്പീരിയൻസ് ആയി, നമുക്ക് കുറെ പോയിന്റ്സ് ആയി. പോയിന്റ്സ് ഞാൻ ഉദ്ദേശിച്ച PR-ന് വേണ്ട പോയിന്റ്സ് ആയി. കാലക്രമേണ 5 to 10 years കഴിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ട കൺട്രിയിൽ പോയി സെറ്റിൽ ആവാൻ ഏറ്റവും നല്ലത് ഇപ്പോ യൂറോപ്യൻ യൂണിയനിലെ പല കൺട്രികളുണ്ട്. പക്ഷെ ഡയറക്റ്റ് സെറ്റിൽ ആവാൻ പറ്റില്ല എന്ന് മാത്രം. അപ്പോൾ ആദ്യം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പഠിക്കുക. അപ്പൊ തന്നെ പകുതി പ്രശ്നം തീർന്നു.